നമസ്കാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP വിജയമുറപ്പിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം നിയമസഭാ മണ്ഡലം. BJP വിജയമുറപ്പിക്കുമ്പോൾ CPM-ഉം ഇടതുപക്ഷവും കോൺഗ്രസും UDF-ഉം പരാജയം ഉറപ്പിച്ച ഒരു മണ്ഡലം കൂടിയാണ് നേമം. ആ നേമത്തിൽ എന്തെങ്കിലും അട്ടിമറിക്കുള്ള പ്രതീക്ഷയാണ്, അട്ടിമറിക്കുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ UDF-ഉം LDF-ഉം പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. നേമത്ത് മത്സരിക്കാനില്ലെന്ന് നിലവിലെ MLA-യും വിദ്യാഭ്യാസ മന്ത്രിയുമായ വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേമത്തേക്ക് CPM-ലെ ഒരു നേതാവും വരാൻ തയ്യാറല്ല. ഒടുവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെങ്കിലും മത്സരിപ്പിക്കാനുള്ള നീക്കമാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം പരീക്ഷിക്കുന്നത്. നേമത്ത് കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയായി എത്തിയത് കോൺഗ്രസ് നേതാവ് K മുരളീധരനായിരുന്നു. വടകര MP ആയിരുന്ന K മുരളീധരനോട് കോൺഗ്രസിന്റെ നേതൃത്വം ഉമ്മൻചാണ്ടി നേരിട്ട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നേമത്ത് മത്സരിക്കാൻ K മുരളീധരൻ എത്തിയത്. ആ നീക്കം കോൺഗ്രസിന് ഫലം കണ്ടു. മറ്റൊന്നുമായിരുന്നില്ല, BJP-ക്ക് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് അത് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. K മുരളീധരൻ തൊട്ടു മുൻപത്തെ UDF സ്ഥാനാർത്ഥി പിടിച്ച 13,000 വോട്ടിൽ നിന്ന് 36,000-ലധികം വോട്ട് നേമത്ത് നേടിയപ്പോൾ പരാജയപ്പെട്ടത് കുമ്മനം രാജശേഖരനാണ്. വി ശിവൻകുട്ടി അവിടെ വിജയിച്ചു കയറുകയും ചെയ്തു, കേരളത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്തു. ഈ ചതി UDF-ഉം LDF-ഉം തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് നേമത്തെ ജനങ്ങൾ അന്ന് തിരിച്ചറിഞ്ഞതാണ്. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേമത്തിന്റെ മണ്ണ് കാവി പുതച്ചു, അക്ഷരാർത്ഥത്തിൽ കാവിക്കൊടി അണിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതാ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായിരിക്കുന്നു. ആ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. നേമത്തിന്റെ മുക്കിലും മൂലയിലും BJP-യുടെ തരംഗമാണ്. ഇപ്പോൾ ഇതാ CPM-ന് സ്ഥാനാർത്ഥിയില്ല, മത്സരിക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല. പരാജയം ഭയപ്പെട്ടുകൊണ്ട് ആരും നേമത്ത് മത്സരിക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസിലാകട്ടെ K മുരളീധരൻ നേമത്തേക്കില്ല എന്ന് നേരത്തെ ഉറപ്പിച്ചു പറഞ്ഞു. ഇപ്പോൾ രണ്ടുപേരുടെ പേരുകളാണ് നേമത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്താൽ BJP-യുടെ വമ്പൻ വിജയം ഉറപ്പാണെന്ന ഘട്ടത്തിൽ മത്സരമുണ്ടാക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു നേതാവിനെങ്കിലും രംഗത്തിറക്കാനുള്ള പരിശ്രമത്തിലാണ് കോൺഗ്രസ്. അതിനവർ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത് തിരുവനന്തപുരത്തെ MP ശശി തരൂരിനെയാണ്. ശശി തരൂർ എന്നാൽ ഇതിന് സമ്മതം മൂളിയിട്ടില്ല. പലതരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തി ശശി തരൂരിനെ നേമത്ത് UDF സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ നേതൃത്വം പരീക്ഷിക്കുന്നത്. ഇതിലൂടെ കോൺഗ്രസുകാർ ലക്ഷ്യമിടുന്നത്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ലക്ഷ്യമിടുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, നേമത്ത് BJP-ക്ക് പോകാൻ സാധ്യതയുള്ള UDF വോട്ടുകൾ, കോൺഗ്രസ് വോട്ടുകൾ, അത് കോൺഗ്രസ് പാർട്ടിയിൽ പിടിച്ചെടുത്തുക. 30,000-ലധികം വോട്ട് കോൺഗ്രസിനോ അല്ലെങ്കിൽ UDF-നോ നേടാൻ കഴിഞ്ഞാൽ BJP-യുടെ വിജയം തടയാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഇതുകൂടാതെ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ ഒതുക്കുക. നേമത്ത് ശശി തരൂർ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ശശി തരൂരിനെ ഒതുക്കി ഒരു മൂലക്കിരുത്താമെന്നും പിന്നീട് ശശി തരൂരിന്റെ ചാട്ടം അവസാനിക്കുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. അങ്ങനെ BJP-യെ പരാജയപ്പെടുത്തുന്നൊപ്പം തന്നെ ശശി തരൂരിനെ കോൺഗ്രസിന്റെ തലപ്പത്ത് നിന്ന് ഒരു മൂലയിലേക്ക് ഒതുക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഫലമായിട്ടാണ് നേമത്ത് ഇത്തരമൊരു നീക്കം കോൺഗ്രസുകാർ നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ഇതിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്നാൽ ഈ നീക്കത്തിൽ ശശി തരൂർ ഒരു തരത്തിലുള്ള ഒരു അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മറ്റൊരാൾ നടൻ ജഗദീഷാണ്. നേരത്തെ നടൻ ജഗദീഷ് കൊട്ടാരക്കരയിൽ മത്സരിച്ചിരുന്നു. നടൻ ജഗദീഷിനെ നേമത്ത് മത്സരിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് അനുകൂലിയാണ് ജഗദീഷിനെ നേമത്തേക്ക് മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന്റെ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമെന്നും ഒരു ശക്തമായ മത്സരം, ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ കഴിയുമെന്നുമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ ജഗദീഷ് എത്തിയാൽ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം സുനിശ്ചിതമാണെന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നുമാണ് നേമത്തെ BJP-യുടെ കണക്കുകൂട്ടൽ.